നാടിന്റെ തേങ്ങലായി അക്സ യാത്രയായി. അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ ഒഴുക്കിൽപ്പെട്ട മരിച്ച നിലയിൽ കണ്ടെത്തിയ അക്സ നാട്ടിലെല്ലാവരുടെയും പ്രിയങ്കരിയായിരുന്നു. ചെറുപ്പം മുതലേ പഠിക്കാനും പള്ളിയിലെ കലാപരിപാടികളിലും സജീവമായിരുന്ന അക്സ വലിയൊരു സുഹൃത്ത് വലയത്തിലാണ് ജീവിച്ചിരുന്നത്. പ്രിയപ്പെട്ടവർക്ക് അക്സയുടെ വിട പറയൽ വിശ്വസിക്കാനാകുന്നില്ല. രാവിലെ 8-ന് വീട്ടിലെത്തിച്ച മൃതദേഹം ശുശ്രൂഷകൾക്ക് ശേഷം 12-ന് മഞ്ഞക്കാല TPM സെമിത്തേരിയിൽ സംസ്കരിച്ചു. അക്സയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി 100 കണക്കിന് ആളുകളാണ് വീട്ടിലേക്കെത്തിയത്. കഴിഞ്ഞ ആഴ്ചയാണ് ഇടുക്കി അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ വിദ്യാർത്ഥികളായ 2 പേരെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മുട്ടം MG എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളായിരുന്ന ഡോണലും അക്സയുമാണ് മരണപ്പെട്ടത്. വീട്ടിലേക്കെന്ന് പറഞ്ഞായിരുന്നു കോളേജിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം അകലെയുള്ള അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് 3-ാം വർഷ വിദ്യാർത്ഥിയായ ഡോണലിനൊപ്പം അക്സ നടന്നുപോയത്. പിന്നീട് വൈകുന്നേരം കുളിക്കാനെത്തിയവരാണ് ഇവരുടെ വസ്ത്രങ്ങളും മൊബൈൽ ഫോണും സമീപത്തെ പാറയിലിരിക്കുന്നതായി കണ്ടത്. തുടർന്ന് നാട്ടുകാർ അറിയിച്ചത് പ്രകാരം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയാണ് 2 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. ഇപ്പോഴിതാ അക്സയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പിതാവും ബന്ധുക്കളും രംഗത്ത് വന്നിരിക്കുകയാണ്. ഒഴുക്കില്ലാത്ത ഭാഗത്താണ് അക്സയുടെ മൃതദേഹം കിടന്നിരുന്നത്. ഇവിടേക്ക് മൃതദേഹം എങ്ങനെ ഒഴുകിയെത്തി എന്നതാണ് ബന്ധുക്കളുടെ പ്രധാന സംശയം. ചെറിയ തോട്ടിൽ പോലും ഇറങ്ങാൻ പേടിയുള്ള അക്സ റജി ഇത്രയും കുത്തൊഴുക്കുള്ള വെള്ളത്തിൽ ഇറങ്ങിയെന്നത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. കൂട്ടുകാരും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് അക്സയുടെ പിതാവ് റജി പറഞ്ഞു. പഠനത്തിൽ മാത്രമല്ല കോളേജിലെ മറ്റു പരിപാടികളിലും മറ്റും കുട്ടികളെ മുന്നിൽ നിന്ന് നയിക്കുന്നതും അക്സയായിരുന്നു. സുഹൃത്തുക്കൾക്കിടയിലും നാട്ടിലും സ്വീകാര്യയായിരുന്നു അക്സ. സത്യം അറിയും വരെ നിയമ പോരാട്ടം തുടരുമെന്നും റജി പറയുന്നുണ്ട്. എന്നാൽ ഇരുവരുടെയും മരണത്തിൽ അസ്വാഭാവികതകളൊന്നുമില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ മുങ്ങിമരണം ആണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മരണപ്പെട്ട ഡോണൽ ഷാജിയുടെ കണ്ണിലും ചുണ്ടിലും 2 ചെവികളിലുമായി മുറിവുകളുണ്ടായിരുന്നു. എന്നാൽ ഇത് മീൻ കൊത്തി ഉണ്ടായതാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.